അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സൈക്കോ സോഷ്യൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് സമീപം ഫ്ലാഷ് മോബ്, വനിതാ റാലി തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു. കൂടാതെ 74-ാം വയസ്സിൽ കോളേജിൽ ചേർന്ന് പഠിച്ച തങ്കമ്മ, സ്കൂൾ ബസും ലൈൻ ബസും ഓടിക്കുന്ന നിത്യ മനോജ്, പാമ്പുപിടുത്തം, ഗുസ്തി എന്നീ മേഖലകളിൽ പ്രാവീണ്യം നേടിയ സീമ ധ്രുവോജിൻ എന്നിവരെ വനിതാ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു. ജില്ലയിലെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളായ കൾച്ചറൽ അക്കാദമി ഫോർ പീസ്, ഗവൺമെന്റ് മഹിളാ മന്ദിരം, ധർമ്മഗിരി വികാസ് സൊസൈറ്റി, പീസ് വാലി എന്നിവയിലെ വനിതകൾക്കായി ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെ വാട്ടർ മെട്രോയിൽ ഉല്ലാസയാത്രയും സംഘടിപ്പിച്ചു. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം ലഭിക്കുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ATM പദ്ധതിക്ക് ചോറ്റാനിക്കര പഞ്ചായത്തിൽ തുടക്കമായി. ചോറ്റാനിക്കര ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ATMൽ 1 രൂപ നാണയം ഇട്ടാൽ 1 ലിറ്റർ തണുത്ത ശുദ്ധീകരിച്ച വെള്ളവും 5 രൂപ നാണയം ഇട്ടാൽ 5 ലിറ്റർ വെള്ളവും ലഭിക്കും. പഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ആവശ്യത്തിന് ശുദ്ധജലം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. എറണാകുളം ജില്ലയിലെ ആദ്യ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പദവി മണീട് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. ഇതിന്റെ പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ നിർവഹിച്ചു. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, അയൽക്കൂട്ടങ്ങൾ എന്നിവയെല്ലാം മാലിന്യമുക്തമാക്കി. പഞ്ചായത്തിലെ 60ഓളം പൊതുസ്ഥലങ്ങളെല്ലാം വാർഡ് തല ശുദ്ധീകരണ നിർവഹണ സമിതിയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ വൃത്തിയാക്കി. ഈ സ്ഥലങ്ങളിലെല്ലാം ചെടികളും CCTV ക്യാമറകളും സ്ഥാപിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ 48 കിലോമീറ്റർ ദൂരം വരുന്ന തോടുകളും 42 നീർച്ചാലുകളും 36 ജലാശയങ്ങളും മാലിന്യമുക്തമാക്കി. കൂടാതെ വീടുകളിൽ ബയോഡൈജസ്റ്റർ ബിന്നുകളുടെ വിതരണവും പൊതുസ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചു. പഞ്ചായത്തിൽ 280 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ 300ഓളം ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റുകയും ചെയ്തു. മണീട് ഗ്രാമപഞ്ചായത്തിനെ കൂടാതെ നെല്ലിക്കുഴിയെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൗൺ വൃത്തിയാക്കി പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് അജൈവ മാലിന്യ നിക്ഷേപത്തിന് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചുമാണ് ഇത് പ്രാവർത്തികമാക്കിയത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പയർവർഗ വിളവ്യാപന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. വാരപ്പെട്ടി കൺട്രോൾ പടിയിലുള്ള ഒരു കർഷകന്റെ വയലിൽ വിത്ത് വിതച്ചുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 160 ഹെക്ടർ സ്ഥലത്ത് 3ാം വിളയായി പയറുവർഗ വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പയർ, ഉഴുന്ന് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. കർഷകർക്ക് ആവശ്യമായ വിത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനുകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്നതോടൊപ്പം നെൽവയലുകളുടെ ഫലപുഷ്ടി മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി ഉപകരിക്കും. മാലിന്യമുക്ത നവകേരള യജ്ഞത്തിൽ അണിചേരുന്നതിന്റെ ഭാഗമായി കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ഈ മാസം 15-ന് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ഇതോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷൻ പരിസരവും മുഴുവൻ ഓഫീസുകളും മാലിന്യമുക്തമാക്കും. ശുചീകരണത്തിന് ശേഷവും മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേർ ദിനംപ്രതി എത്തുന്ന സിവിൽ സ്റ്റേഷനിൽ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യജ്ഞം നടപ്പാക്കുന്നത്. ഗവൺമെന്റ് ജീവനക്കാർക്ക് പുറമെ തൃക്കാക്കര നഗരസഭ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ, നെഹ്റു യുവകേന്ദ്ര പ്രവർത്തകർ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർ യജ്ഞത്തിന്റെ ഭാഗമാകും. വേലിയേറ്റത്തെ തുടർന്ന് കൊച്ചിയിലെ തീരപ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേമ്പനാട് കായലിലെ എക്കലും ചെളിയും നീക്കുന്ന നടപടികൾ വേഗത്തിലാക്കും. പ്രശ്നം പരിഹരിക്കുന്നതിന് വിവിധ പഞ്ചായത്തുകളുടെ ഫണ്ട് ഏകോപിപ്പിച്ച് പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും. കൊച്ചിൻ പോർട്ട് നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ അടിയന്തരമായി ഡ്രഡ്ജിംഗ് ആരംഭിക്കാൻ നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കായലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന എക്കലും ചെളിയും ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട്. കൂടാതെ ചെല്ലാനത്ത് ടെട്രാപോഡ് കടൽഭിത്തിക്ക് സമീപം കൃത്രിമ ബീച്ച് നിർമ്മാണത്തിന് ഡ്രഡ്ജ് ചെയ്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കാനും ആലോചനയുണ്ട്.